ഞങ്ങളും ഞങ്ങളെ ഫ്രണ്ട്സും കൂടെ ഇന്നത്തെ യാത്ര പാലക്കയം തട്ടിലേക്കാണ്. എൻ്റെ ഫോണിൽ കാണുമ്പോൾ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ലെങ്കിലും, കാരണം വൈകിട്ടൊരു 6:30-7 മണിക്കായി തോന്നുന്നു സമയം. അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് കാണുന്ന വിഷ്വൽസ് ഭയങ്കര സൂപ്പറാണ്. ആ നേരെ മുകളിൽ കാണുന്ന ഫുൾ മഴവില്ലാണ്, മഞ്ഞു മൂടിക്കിടക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല മെല്ലെ മുകളിലേക്ക് പോയി. തണുപ്പ് കൂടി വരുന്നുണ്ട്, നല്ല കാറ്റ് വരുന്നുണ്ട്. അച്ഛനും മോനും തമാശയൊക്കെ പറഞ്ഞ് മെല്ലെ കയറി. ഞങ്ങളെ ഫ്രണ്ട്സും കൂടിയുണ്ട് ഒന്നിച്ച്. അങ്ങനെ മെല്ലെ മേലെ കയറി അവിടെ കുറച്ച് സമയം ഇരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ എനിക്കത്ര ഇഷ്ടമുള്ള സ്ഥലമല്ല ഇത്. പ്രത്യേകിച്ച് കാണാനൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഉള്ളവരും ഉണ്ടാകാം, ഇവിടെ പോകുന്നവർക്ക് ഇഷ്ടമുള്ളവരും ഉണ്ടാകാം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കുറേ സമയം സംസാരിച്ചു. രാത്രി ആവുന്നതിന് നല്ല തണുപ്പ് കൂടെ വന്നു. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ രാത്രി ആകുന്തോറും അവിടുത്തെ ആകാശത്തിനുള്ള ആ ഭംഗിയാണ്. നല്ല മഞ്ഞും ചുവന്ന ആകാശവും. കുറച്ച് കഴിയുമ്പോഴേക്കായ ആകാശത്തിൻ്റെയും മേഘത്തിൻ്റെയൊക്കെ കളറ് നല്ല സൂപ്പറായിട്ട് മാറും. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്തൊക്കെയോ സംസാരിച്ച് നടന്നു. ഇതായിരുന്നു ഫസ്റ്റ് ആകാശം. ഞങ്ങൾ കയറിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മാറുമല്ലോ, കാരണം രാത്രിയാവാണ്. അങ്ങനെ അതിനൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയിക്കൊണ്ടിരുന്നു, തണുപ്പ് കൂടിക്കൊണ്ടിരുന്നു. അതിൻ്റെ അപ്പുറം പോകാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം പോയവർക്കറിയാലോ, നല്ല താഴ്ചയാണ്. ഇവിടെ ആദ്യമായിട്ട് ആദൂനെ കൂട്ടി വരുമ്പോൾ അവന് വെറും 6 മാസം മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ സ്ഥലത്തേക്കാണ് യാത്ര എന്ന്. ഞാനൊന്ന് ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ കുഞ്ഞാതു, എൻ്റെ കയ്യിലുള്ള കുഞ്ഞാതു മുകളിലോട്ട് കയറുന്തോറും ഇങ്ങനെ കുഞ്ഞ് ചുണ്ടുകൾ വരച്ചായിട്ട് ഉണ്ടായിരുന്നത്. ഓരോ അമ്മേന്ന് വിളിക്കുന്തോറും വിളിക്കാൻ പറ്റാതെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അന്ന് പോയ യാത്ര അവൻ ഇപ്പോഴും അന്ന് അവൻ്റെ ശരീരത്തിന് ഏറ്റ തണുപ്പ് ഇപ്പോഴും ചിലപ്പോൾ അവനത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. അന്ന് മുതലേ ഞങ്ങളെ അവനെ എല്ലാത്തിനോടും, എല്ലാ കാലാവസ്ഥയായാലും ഭക്ഷണമായാലും ഒക്കെ എല്ലാം പറ്റണം എന്നുള്ള രീതിയിൽ, എല്ലാം അവനെ കൊണ്ട് സാധിക്കണം എന്നുള്ള രീതിയിൽ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കുഞ്ഞാണ്, ഇത് കഴിക്കാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല എന്നുള്ള നിയന്ത്രണമൊന്നും ഞങ്ങൾ അവന് കൊടുത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യണം, എല്ലാ ഭക്ഷണം കഴിക്കണം. ഈ സമയത്തൊക്കെ 6 മാസമുള്ള കുട്ടിയൊക്കെ നന്നായിട്ട് ഐസ്ക്രീം കഴിക്കും. ഇപ്പോഴും അവൻ ഐസ്ക്രീം കഴിക്കാറുണ്ട്. ഒരു അസുഖവും ഒരു ജലദോഷമോ തണുപ്പോ ഒന്നും അവനെ എഫക്റ്റ് ചെയ്യാറില്ല. എത്ര തണുപ്പായാലും എത്ര മഴയായാലും അവനൊക്കെയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മേലോട്ട് പോയി കുറേ നടന്നു. ഇവിടെ നിന്നൊക്കെ ആ ആകാശം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതും എന്തൊക്കെയോ ദേഷ്യം വന്നിട്ട് അവിടെ കളിക്കലാണ്. വേറെ 2 പേരും കൂടി ഉണ്ട് അപ്പുറത്തോട്ട്. അവരുടേതായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അതുൻ്റെ വഴക്കിടൽ പിന്നെ എപ്പോഴും ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. പാവം പയ്യൻ. എന്നിട്ട് അതുനോട് ചോദിച്ചു, അതുന് ഈ സ്ഥലം അറിയോ, മുന്നേ വന്നിട്ടുണ്ട്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇവൻ ശരിക്കും 3ാമത്തെ തവണയെങ്ങാനാണ് ഇവിടെ വരുന്നത്. ഇവനും എനിക്ക് തോന്നുന്നു അത്ര ഇഷ്ടമല്ല എന്ന്. കാരണം ഇവനിഷ്ടം ബീച്ചാണ്.
വെള്ളത്തിൽ കളിക്കലാണ്. പോകണം, പക്ഷെ എല്ലാ യാത്രകളും അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ പ്രത്യേകിച്ച് അവനെ കൂട്ടി പോകുന്നത് കൊണ്ടുള്ള ഒരു സന്തോഷം അവനുണ്ട്. സമയം എന്തിനോ വേണ്ടി അവിടെ ഇരുന്ന് നേരം കൂട്ടി ഞങ്ങൾ താഴേക്ക് വന്നു. അപ്പോഴും ആകാശം കാണാൻ ഇത് ഭംഗിയായിരുന്നു എന്നറിയാം. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഭംഗിയായിരുന്നു ആകാശത്തിന്. തണുപ്പും പിന്നെ പാതിരാത്രി ആയപ്പോൾ ഞങ്ങൾ മെല്ലെ താഴോട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ലാസ്റ്റ് ആയിരുന്നു ഇറങ്ങിയത്. കയറിയ സ്പീഡൊന്നും അതൊന്ന് തിരിച്ച് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇരുടായതുകൊണ്ട് തന്നെ, രാത്രി ആയതുകൊണ്ട് തന്നെ തട്ടിപ്പിടിച്ച് നടന്നു. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി. പോകാത്തവർക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും. കപ്പിൾസിനൊക്കെ, പ്രണയിക്കുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സ്പേസാണ്. ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് അത്ര ഇഷ്ടമുള്ള സ്ഥലമല്ല. ഓക്കെ, താങ്ക് യു, ബൈ.